നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈജിപ്തിലെ US എംബസി വീണ്ടും തുറന്നു. ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് ആഗസ്റ്റ് ആദ്യം മുതൽ പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങളുടെ എംബസികളും ചില കോൺസുലേറ്റുകളും ആഫ്രിക്കയിലെ US എംബസികളും അടച്ചിട്ടിരുന്നു. നീണ്ട ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കെയ്റോയിലെ US എംബസി വീണ്ടും തുറന്നത്. അൽ-ഖ്വായ്ദ ആക്രമണത്തെക്കുറിച്ച് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും 19 എംബസികളും ചില കോൺസുലേറ്റുകളും ഓഗസ്റ്റ് 4-ന് ശേഷം അടയ്ക്കുകയായിരുന്നു. കെയ്റോയിലെ എംബസിയെ കൂടാതെ ജോർദാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ലിബിയ, മഡഗാസ്കർ, ബുറുണ്ടി, ജിബൂട്ടി, സുഡാൻ, റുവാണ്ട, മൗറീഷ്യസ് കൂടാതെ സൗദി അറേബ്യയിലെ 3 എംബസികളും UAE-യിലെ 2 എംബസികളും ഇന്ന് തന്നെ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എംബസികൾ അടച്ചത് അറബ് ലോകവുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിടവുണ്ടാക്കിയതായി US വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു. എങ്കിലും യമനിലെയും സനായിലെയും എംബസികൾ ചില പ്രത്യേക കാരണങ്ങളാൽ ഇന്ന് തുറക്കില്ല. പാകിസ്ഥാനിലെ ലാഹോറിലെ US കോൺസുലേറ്റും തുറക്കില്ല. ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് ഇന്നലെയാണ് ലാഹോറിലെ കോൺസുലേറ്റ് അടച്ചത്. ഈ സാഹചര്യത്തിൽ US തങ്ങളുടെ പൗരന്മാരോട് പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും യമനിലുള്ളവരോട് എത്രയും പെട്ടെന്ന് തിരിച്ചുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈദ് ഉൽ ഫിത്തർ ആഘോഷങ്ങൾക്കിടെ ഇറാഖിലെ വിവിധയിടങ്ങളിലുണ്ടായ ബോംബ് സ്ഫോടനങ്ങളിൽ 91 പേർ കൊല്ലപ്പെട്ടു. മണിക്കൂറുകൾക്കിടയിൽ നടന്ന തുടർ സ്ഫോടനങ്ങളിൽ 300ഓളം പേർക്കാണ് പരിക്കേറ്റത്. ബാഗ്ദാദിന് സമീപമുള്ള പട്ടണങ്ങളിലാണ് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. തിരക്കേറിയ തെരുവുകളിലും വ്യാപാര സ്ഥലങ്ങളിലും ഹോട്ടലുകളിലും മണിക്കൂറുകൾക്കിടെയായിരുന്നു എല്ലാ സ്ഫോടനങ്ങളും നടന്നത്. ഈദ് ഉൽ ഫിത്തർ ആഘോഷ തിരക്കാണ് മരണസംഖ്യ വർദ്ധിക്കാൻ ഇടയാക്കിയത്. ബാഗ്ദാദിന് 170 കിലോമീറ്റർ അകലെയുള്ള തുസ്കുർമോട്ടോ നഗരത്തിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. കാറിലെത്തിയ ചാവേർ ആൾതാമസമുള്ള കെട്ടിടത്തിലേക്ക് വാഹനം ഇടിച്ചുകയറ്റുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഷിയ വിഭാഗക്കാരുടെ പുണ്യനഗരമായ കർബലയിലും സ്ഫോടനമുണ്ടായി. 4 പേർ ഇവിടെ കൊല്ലപ്പെട്ടു. ബാഗ്ദാദിൽ നിന്നും 300 കിലോമീറ്റർ അകലെയുള്ള നസിറിയയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 1 മാസത്തിനിടെ നടന്ന വിവിധ അക്രമ സംഭവങ്ങളിൽ 800 പേർ ഇറാഖിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഗസ അതിർത്തിയിൽ ഇസ്രായേൽ സേന നിരായുധനായ ഫലസ്തീനി പൗരനെ കൊലപ്പെടുത്തി. ഹമാസ് അധീനതയിലുള്ള പാത വഴി ഗസ അതിർത്തിയിലെത്തിയയാളാണ് സേന വധിച്ചത്. കൊല്ലപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ അതിർത്തി പ്രദേശത്ത് സംശയകരമായ രീതിയിൽ കണ്ട യുവാവ് ആക്രമണത്തിന് പതിയിരിക്കുകയാണെന്ന് കരുതി വെടിവെക്കുകയായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. കുവൈത്തിൽ ഗതാഗത വാഹന പരിശോധന കൂടുതൽ കർശനമാക്കുമെന്ന് മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അലി പറഞ്ഞു. റോഡ് നിയമങ്ങളിൽ ഗുരുതര വീഴ്ചകൾ വരുത്തുന്ന വിദേശികളെ നാട് കടത്തുന്നത് തുടരുമെന്നും മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് 3 ലക്ഷം വാഹനങ്ങളുടെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതായും കണ്ടെത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയും റമദാൻ മാസത്തിന്റെയും ആനുകൂല്യത്തിൽ പരിശോധനകൾക്ക് അയവ് വന്നപ്പോൾ കുവൈത്തിലെ പ്രവാസികളും നല്ലൊരു ശതമാനം സ്വദേശികളും തെല്ലൊന്നുമല്ല ആശ്വസിച്ചത്. കാരണം അത്രയ്ക്ക് കർശനമായിരുന്നു വാഹന പരിശോധനകളും നടപടികളും. എന്നാൽ ആശ്വസിക്കാൻ വരട്ടെ എന്നാണ് ഗതാഗത വകുപ്പ് മേധാവി പറയുന്നത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കർശനമായ രീതിയിൽ വാഹന പരിശോധനകൾ തുടരുമെന്ന ട്രാഫിക് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അലിയുടെ മുന്നറിയിപ്പ് പ്രാദേശിക പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 6 വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും പരിശോധനകൾ നടത്തുക. രഹസ്യ പോലീസ്, മോട്ടോർ സൈക്കിൾ പട്രോൾ, ക്രെയിൻ തുടങ്ങിയ എല്ലാവിധ സന്നാഹങ്ങളോടെയും 24 മണിക്കൂറും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടക്കും. റെഡ് സിഗ്നൽ കട്ട് ചെയ്യുക, ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുക, അമിത വേഗത തുടങ്ങിയ തെറ്റുകൾ ചെയ്യുന്ന വിദേശികളെ നാടുകടത്തുമെന്നും സ്വദേശികൾക്ക് 1 മാസത്തെ തടവും നിർബന്ധിത പരിശീലനവും വിധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ 3 ലക്ഷം വാഹനങ്ങൾ നിരത്തിലോടുന്നതായി കണ്ടെത്തിയ കാര്യവും മേജർ അലി എടുത്തു പറഞ്ഞു. സാധാരണ ലൈസൻസ് ഉപയോഗിച്ച് ധാരാളം വിദേശികൾ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെയും കർശന നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രാഫിക് വകുപ്പിൽ ചാർജ് എടുത്തത് മുതൽ ഡ്രൈവർമാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് മേജർ അബ്ദുൽ ഫത്താഹ് അലി. ഇദ്ദേഹത്തെ പേടിച്ച് സ്വന്തം വാഹനം വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച സ്വദേശി യുവാവിന്റെ ചിത്രം സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു. ഗതാഗത മേധാവിയുടെ മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രിയുടേതായി വന്ന പ്രസ്താവനയും കുവൈറ്റിലെ മലയാളികളടക്കം നല്ലൊരു ശതമാനം പ്രവാസികളുടെ വരും ദിവസങ്ങൾ ദുസ്സഹമായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്. 2ാം പെരുന്നാൾ ദിനത്തിൽ ദോഹയുടെ വിവിധ ഭാഗങ്ങളിൽ 76 വാഹനാപകടങ്ങൾ നടന്നതായി റിപ്പോർട്ട്. ഈദ് ദിനത്തോടനുബന്ധിച്ച് മികച്ച ട്രാഫിക് സംവിധാനമാണ് സർക്കാർ ഒരുക്കിയിരുന്നത്. സിഗ്നലുകൾ, റൗണ്ട് അബൌട്ടുകൾ എന്നിവിടങ്ങളിൽ ട്രാഫിക് പോലീസിനെ വിന്യസിച്ചത് ഗതാഗതക്കുരുക്ക് പരമാവധി കുറയ്ക്കാൻ സഹായിച്ചു. ദുബൈയിൽ ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ 1598 അപകടങ്ങൾ നടന്നതായി ദുബൈ പോലീസ് വെളിപ്പെടുത്തി. ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് കൂടുതൽ അപകടങ്ങൾക്കും കാരണം. അമിത വേഗതയാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. 25,000-നടുത്ത് കോളുകളാണ് പെരുന്നാൾ ദിനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്.
ഷാർജയിൽ ഇന്ന് 2 വാഹനാപകടങ്ങളിൽ 8 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യക്കാരൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് 2 കാൽനട യാത്രക്കാർ മരിച്ചു. കാറും ലോറിയും ഇടിച്ചുണ്ടായ അപകടത്തിൽ 6 പാകിസ്ഥാൻ പൗരന്മാരും കൊല്ലപ്പെട്ടു. കുവൈത്ത് വിമാനത്താവളത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഗതാഗത മന്ത്രി. ചുമതലയേറ്റ ശേഷം വിമാനത്താവളത്തിൽ സന്ദർശനം നടത്തിയ മന്ത്രി യാത്രക്കാരുമായും ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. മന്ത്രിസഭയിലെ ഏക ജനപ്രതിനിധിയായ ഈസ അൽ കന്ദരി ഗതാഗത വകുപ്പ് മന്ത്രിയായ ശേഷം ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയപ്പോൾ ഈദ് അവധി കഴിഞ്ഞെത്തുന്ന യാത്രക്കാരുടെ തിരക്കായിരുന്നു വിമാനത്താവളത്തിൽ. എയർപോർട്ട് ഓപ്പറേഷൻ ഡയറക്ടർ ഈസ അൽ സാമിലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ മന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ആഗമന നിർഗമന വിഭാഗങ്ങൾ, ചെക്ക് ഇൻ കൗണ്ടറുകൾ, സുരക്ഷാ പരിശോധന, എമിഗ്രേഷൻ, ബാഗേജ് ക്ലിയറൻസ്, വിവിധ ലോഞ്ചുകൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ മന്ത്രി യാത്രക്കാരോടും ജീവനക്കാരോടും വിമാനത്താവളത്തിലെ സൗകര്യങ്ങളെക്കുറിച്ച് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കി. രാജ്യത്തിന്റെ പൂമുഖവാതിലാണ് എയർപോർട്ടെന്നും ഇവിടുത്തെ സൗകര്യങ്ങൾ നോക്കിയാണ് വിദേശികളായ അതിഥികൾ നമ്മുടെ സംസ്കാരത്തെ വിലയിരുത്തുക എന്നും അദ്ദേഹം ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. ട്രാൻസ്പോർട്ട് വകുപ്പ് അണ്ടർ സെക്രട്ടറി ഹമീദുൽ ഫത്താഹും മന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്നു. പെരുന്നാൾ അവധി ഞായറാഴ്ച അവസാനിക്കാനിരിക്കെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ 196 ട്രിപ്പുകളിലായി 35,136 യാത്രക്കാർ കുവൈത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എയർപോർട്ട് ഡയറക്ടർ മന്ത്രിയെ അറിയിച്ചു. മീഡിയ 1 കുവൈത്ത്. പെരുന്നാൾ സന്ധ്യയിൽ കുവൈത്തിൽ സംഘടിപ്പിച്ച ഈദ് മെഹ്ഫിൽ ശ്രദ്ധേയമായി. പ്രവാസ ലോകത്തെ പാട്ടുകാരെ അണിനിരത്തി മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിച്ച പരിപാടി ക്ലബിലെ ഫാം ഹൗസിനെ സംഗീത സാന്ദ്രമാക്കി. ഗായിക ഹുസ്ന അനീസ് ആലപിച്ച പെരിയവനെ ജന്നാത്തിൽ എന്ന ഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കുവൈറ്റി ഗായകൻ മുബാറക് സംഗീതത്തിന് ഭാഷകളുടെ അതിർവരമ്പുകളില്ലെന്ന് പാടിത്തെളിയിച്ചു. പഴയകാല ഹിന്ദി ഹിറ്റ് ഗാനങ്ങൾ അറബി ചുവയില്ലാതെയായിരുന്നു മുബാറക് ആലപിച്ചത്. അൻവർ സാരംഗി, റാഫി കല്ലായി, വിന്നേസ് ഫൈസൽ, ഷബ്ല റസൽ, ഷബീർ മണ്ടോളി എന്നിവരും ഈദ് മെഹ്ഫിലിൽ മധുരഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് നടന്ന ഹാസ്യ പരിപാടിയിൽ ബൈജു പത്തനംതിട്ട സദസ്സിനെ പൊട്ടിച്ചിരിപ്പിച്ചു. സിദ്ദീഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ യുവ പണ്ഡിതൻ അനീസ് ഫാറൂഖി പെരുന്നാൾ സന്ദേശം വായിച്ചു. കുവൈറ്റിലെ കലാ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മീഡിയ 1 കുവൈത്ത്. പോപ്പ് ഫ്രാൻസിസ് ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പര ബഹുമാനത്തോടെ വർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. Nel mio messaggio per questa circostanza auguro che cristiani e musulmani si impegnino per promuovere il reciproco rispetto, specialmente attraverso l'educazione delle nuove generazioni. ഞായറാഴ്ചകളിൽ നടക്കാറുള്ള പ്രാർത്ഥനാ ചടങ്ങിലാണ് അദ്ദേഹം ആശംസകൾ നേർന്നത്. അത്യുഷ്ണവും ആഗസ്റ്റ് അവധികളുമായതിനാൽ പൊതുവെ നഗരത്തിൽ തിരക്ക് കുറവായിരുന്നു. എന്നാൽ നിരവധി പേരാണ് പോപ്പിന്റെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ഖത്തറിലെ പൗരാണിക ചന്തയായ സൂഖ് വാഖിഫിൽ പെരുന്നാൾ ദിനത്തിൽ എത്തിച്ചേർന്നത് ആയിരങ്ങൾ. സ്വദേശികളും വിദേശികളും അടക്കമുള്ളവരുടെ വലിയ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അനുഭവപ്പെട്ടത്. ഈദാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നിരവധി പദ്ധതികളാണ് ഖത്തർ സർക്കാർ രാജ്യത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ സൂഖ് വാഖിഫിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഖത്തറിലെ സ്വദേശികളും വിദേശികളും അടക്കം നിരവധി ആളുകൾ ദിവസേന ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. സൗജന്യ നിരക്കിലും ടിക്കറ്റ് ചാർജ് ഏർപ്പെടുത്തിയതുമായ വ്യത്യസ്ത തരം കളിക്കോപ്പുകൾ സൂഖ് വാഖിഫിൽ സംവിധാനിച്ചിരിക്കുന്നു. തികച്ചും പൗരാണിക രീതിയിലാണ് സൂഖ് വാഖിഫ് നിർമ്മിച്ചിരിക്കുന്നത്. ഇടക്കാലത്ത് പുനരുദ്ധാരണം ചെയ്തപ്പോഴും സൂഖ് വാഖിഫിന്റെ പൗരാണിക പ്രൗഢി നിലനിർത്തിയിരിക്കുന്നത് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. റംബീസ് സത്യാറ, മീഡിയ 1 ഖത്തർ. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് കോഴിക്കോട് വടകര സ്വദേശി ഷാർജയിൽ നിന്ന് നാട്ടിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ അടുത്ത ദിവസം ശരീരത്തിന്റെ ഒരു ഭാഗം തളരുകയും സംസാരശേഷി നഷ്ടപ്പെടുകയുമായിരുന്നു. ജോലിസ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന വന്നതിനെ തുടർന്ന് 2 ആഴ്ച മുമ്പായിരുന്നു വടകര ചെമ്മരത്തൂർ സ്വദേശി ശ്രീധരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങിയ ശ്രീധരന് വീണ്ടും നെഞ്ചുവേദന വന്നു. അതോടെ ശരീരത്തിന്റെ ഒരു ഭാഗം തളരുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഷാർജയിലെ അൽ ഖാസ്മി ആശുപത്രിയിൽ ചികിത്സയിലായ ഇദ്ദേഹത്തിന് പക്ഷേ സഹായത്തിനായി ആരും ഇല്ല. ജോലി കഴിഞ്ഞ് വല്ലപ്പോഴും സുഹൃത്തുക്കൾ വരും. ഷാർജയിലെ ഒരു സ്വകാര്യ തയ്യൽക്കടയിൽ ജോലിക്കാരനായ ഇദ്ദേഹം കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു. മികച്ച ചികിത്സ അനിവാര്യമായ ശ്രീധരന് പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. നാട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ വീൽചെയറിനുൾപ്പെടെ വലിയ സംഖ്യ ആവശ്യമാണ്. കുടുംബത്തിലെ ഏക അവലംബമാണ് ഈ ശ്രീധരൻ. വേറൊരു വരുമാനമില്ലാത്തൊരു കുടുംബമാണ്.
അപ്പോൾ ആ വരുമാനം കൂടെ ഇപ്പോൾ ശ്രീധരൻ്റെ ഈ അസുഖത്തോടു കൂടെ നിലച്ചിരിക്കുകയാണ്. പാരലൈസ് ആയതുകൊണ്ട് അതിൻ്റെ ചികിത്സ അതിനൊക്കെ വളരെ എക്സ്പെൻസീവായ സംഭവമാണ്. ഈ ഘട്ടത്തിൽ ഇവിടെയുള്ള സന്മനസ്സുള്ള ആൾക്കാരുടെ സഹായം കിട്ടിയാൽ മാത്രമേ ഈ ശ്രീധരനെ ജീവനോടെ നാട്ടിലെത്തിക്കുകയും കൂടുതൽ ഒരു ചികിത്സ നൽകാനുള്ള സാധിക്കൂ. മികച്ച ചികിത്സയിലൂടെ ശ്രീധരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കുന്ന തുച്ഛവരുമാനക്കാരായ സുഹൃത്തുക്കളും പക്ഷേ നിസ്സഹായരാണ്. സുമനസ്സുകളായ പ്രവാസികളുടെ സഹായം മാത്രമാണ് ഇനി ശ്രീധരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാനുള്ള ഏക മാർഗം. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ഒമാനിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഉൽക്കാപതനം ദൃശ്യമാകുമെന്ന് ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. നാളെ പുലർച്ചെയാണ് ആകാശവിസ്മയം കൂടുതൽ ദൃശ്യമാവുക. അർഫുസാൻ എന്ന് പേരിട്ട ഈ ഉൽക്കാപതനം ഏറെ നേരം നീണ്ടു നിൽക്കും. കുവൈത്തിലെ പ്രമുഖ റീറ്റെയിൽ വ്യാപാര ശൃംഖലയായ ഗൾഫ് മാർട്ടിന്റെ 20ാമത്തെ ശാഖ ഫഹാഹിലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ അംബാസഡർ ഫഹാഹിൽ ബ്ലോക്ക് 3-ൽ അൽ ഉതൈബി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ അംബാസഡർ സതീഷ് സി മേത്ത നിർവഹിച്ചു. സുഗന്ധ നഗരിയായ സലാലയിൽ ടൂറിസം ഫെസ്റ്റിവലിന് ഗംഭീര തുടക്കം. ഈദുൽ ഫിത്തറിന്റെ ആഘോഷവും ഖരീഫ് സീസണിന്റെ ശീതളിമയും ഒന്നിക്കുന്ന സലാല ടൂറിസം ഫെസ്റ്റിലേക്ക് രാജ്യത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി സഞ്ചാരികളാണ് എത്തിയത്. ഇനിയുള്ള 25 ദിവസം ഈ ടൂറിസം കേന്ദ്രം സഞ്ചാരികളെ വിരുന്നൂട്ടും. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ദിവസമായ ശനിയാഴ്ച രാത്രി നടന്ന കരിമരുന്ന് പ്രയോഗം സഞ്ചാരികൾക്ക് ദൃശ്യവിരുന്നായി. ഫെസ്റ്റിവലിലേക്ക് 1.8 ദശലക്ഷം പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പരിപാടികളും ചടങ്ങുകളും ഈ വർഷം സംഘടിപ്പിക്കുന്നുണ്ട്. സേലിയയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി CC ഷമീറാണ് മരിച്ചത്. കേസിൽ നേപ്പാൾ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി കറൻസി നിലവാരം നോക്കാം. സൗദി റിയാൽ 16.18, UAE ദിർഹം 16.52, ബഹ്റൈൻ ദിനാർ 160.95, ഖത്തർ റിയാൽ 16.66, കുവൈറ്റ് ദിനാർ 213.16, ഒമാൻ റിയാൽ 157.61.